നമ്മുടെ ബ്ലാക്ക്ബെറിയുടെ കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബ്ലാക്ക്ബെറി ഇപ്പോൾ പ്രൂൺ ചെയ്യേണ്ട സമയമാണ്. ഈ ബ്ലാക്ക്ബെറി പ്രൂൺ ചെയ്യേണ്ട അത്യാവശ്യ സംഭവമാണ്. കാരണം വെച്ചാൽ ഒരിക്കലും നമ്മൾ ബ്ലാക്ക്ബെറി ഏതായാലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ കമ്പുകളിൽ ബ്ലാക്ക്ബെറി ഉണ്ടാകാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഹാർവെസ്റ്റൊക്കെ ചെയ്ത് ഈ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്കിത് കണ്ടിച്ച് കളയണം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏതാ കണ്ടിക്കേണ്ടത് നമുക്ക് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കി അറിയാൻ പറ്റില്ല. കാരണം ഇലകളെല്ലാം ഏകദേശം ഒരുപോലെയായി. ഇപ്പോൾ ഇല നോക്കിയിട്ടില്ല ഇത്, അല്ലെങ്കിൽ തണ്ട് നോക്കിയിട്ടല്ല ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക്ബെറി ഉണ്ടായ കമ്പുകൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉണങ്ങിയ ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മൾ ആ പറിച്ചതിൻ്റെ കൊല അവിടെ നിൽപ്പുണ്ടാകാം കേട്ടോ. ഇത് ഈ കെയിനിൽ ഓൾറെഡി ഉണ്ടായതാണ്. അപ്പോൾ ഈ കെയിൻ ഒരിക്കലും ഇനി നമുക്ക് ഇത് നിർത്തിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിത് വെട്ടിക്കളയാൻ പോവാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ചുവട്ടിലേക്ക് വരിക. ചുവട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു കെയിൻ മാത്രം വെട്ടുന്നു കണ്ടോ. ഇതങ്ങ് വെട്ടിക്കളഞ്ഞു. ഇത് ഓൾറെഡി ഉണ്ടായതാണ്, ഇനി ഇത് ഉണ്ടാകത്തില്ല. പക്ഷേ അതിൻ്റെ ചുവട്ടിൽ തന്നെ വേറൊരെണ്ണം വന്നിട്ടുണ്ട് കണ്ടോ. ഈ കെയിൻ നമ്മൾ അടുത്ത വർഷത്തേനുള്ള കെയിനാണ്. കാരണം ഇതിൽ ഫ്രൂട്ട് ചെയ്തിട്ടില്ല. ഇതേലാണ് ഇനി അടുത്ത വർഷം കായ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഒരേ ചോട്ടിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ബ്ലാക്ക്ബെറി എന്ന് വെച്ചാൽ ഒരു കെയിൻ ഉണ്ടാവും, എന്നിട്ട് അതേ ഫ്രൂട്ട് ചെയ്യും. അതിന് ശേഷം ആ കെയിൻ അങ്ങോട്ട് നശിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ വേറൊരെണ്ണം വരും. ആ കെയിനാണ് അടുത്ത വർഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെട്ടി പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതേലും കണ്ടോ ഈ ഫ്രൂട്ടിൻ്റെ ഉണങ്ങിയതുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് വേറൊരെണ്ണം വന്നിട്ടുണ്ട്. ഇതാണ് ഇനി അടുത്ത വർഷത്തിനുള്ളത്. അതിൽ നമുക്ക് കമ്പുകൾ കണ്ടുകഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും കണ്ടോ. രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഓൾറെഡി ഉണ്ടായതാണ്. അപ്പോൾ നമ്മളത് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് വന്നിട്ട് ഈ ഒരു പീസ് അങ്ങ് വെട്ടിക്കളയും കണ്ടോ. ഇതിങ്ങനെ മൊത്തം വെട്ടി മാറ്റി കഴിയുമ്പോഴത്തേനും ഈ 2 കെയിനാണ് നമുക്ക് അടുത്ത വർഷത്തിന്. ഈ 2 കെയിൻ മാത്രം നിർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ 2 കെയിൻ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന കെയിനാണ് കണ്ടോ. രണ്ടും ഒരു വ്യത്യാസമില്ല. വ്യത്യാസം ഇതാണ്, നമുക്ക് ഈ പഴയ ഫ്രൂട്ടുകൾ ഉണ്ടായതിൻ്റെ ഈ ചെറിയ കമ്പുകൾ ഇതിൽ കാണാൻ പറ്റും. അത് നോക്കിയിട്ടാണ് നമ്മൾ വെട്ടിക്കളയേണ്ടത്. ഇതുപോലെ തന്നെയാണ് ലോഗൻബെറി. ഇത് ലോഗൻബെറിയാണ് ഈ ചോയ്സിൽ നിൽക്കുന്നത്. ഇത് അതുപോലെ തന്നെയാണ്. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിന്. ഇത് 2 തരത്തിലുള്ള ബ്ലാക്ക്ബെറികളാണുള്ളത്. ഒന്ന് സമ്മർ ഫ്രൂട്ടിങ്ങും വിൻ്റർ ഫ്രൂട്ടിങ്. ഇത് സമ്മർ ഫ്രൂട്ടിംഗ് ആയിട്ടുള്ള ബ്ലാക്ക്ബെറികളുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് പ്രൂൺ ചെയ്യാൻ.